ഹലോ പ്രേക്ഷകരെ, ചിരിക്കാൻ റെഡിയാണെങ്കിൽ ചിരിപ്പിക്കാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു കോമഡി മാസ്റ്റർ. ആരാ ഊഹു വിളിച്ചത്? ഭയങ്കര കൺഫ്യൂഷൻ, ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ ആരുമില്ല, ഇല്ല. അവിടുത്തെ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നു. അതെ, നാട്ടു കൂട്ടുമുണ്ട്. അതെന്താ, എന്തിനാ ഇങ്ങനെ മിക്സ് ആയത്? അത് കാലിയാക്കിയത് അവിടെ കാലിയാക്കാൻ ഒരു റീസൺ ഉണ്ട് ചേച്ചി. ഞാൻ വെറുതെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളത് അറിയാമല്ലോ. അല്ല, ഉണ്ട്. സ്വർണത്തിന് ഇപ്പൊ എന്നാ വിലയാ? ഭയങ്കര വിലയല്ലേ? അത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ? സ്വർണത്തിനെ പോലെ തന്നെ വാല്യൂ ഉള്ളതും സ്വർണത്തിനെ പോലെ തന്നെ തിളങ്ങുന്ന ടീമുകളാണ് ദേ അവിടെ വരാൻ പോകുന്നത്. നമ്മള് ചെമ്പാ ചേട്ടാ, നമ്മള് ചെമ്പാ. വെള്ളി. നിങ്ങൾ ചെമ്പും വെള്ളിയാണെങ്കിൽ അവിടെ വരാൻ പോകുന്നത് ഒറിജിനൽ 916 ഗോൾഡ് ആണ് വരാൻ. മനസ്സിലാക്കാണല്ലോ. ഇന്ന് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ സ്പെഷ്യൽ ഗസ്റ്റുകളായി എത്താൻ പോകുന്നു 916 കുഞ്ഞൂട്ടൻ ആൻഡ് ടീം. കനവിലക്കിളി ചിറകടിക്കണ് പറ പറക്കാൻ കൊതി കൊതിക്കണ് കടവിനിക്കണ് കണവനത്തന് കരള് പുകണ ചിരി തൊടുക്കണ്. ഹലോ 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 ഹലോ. എന്റെ ദൈവമേ, എത്ര കാലമായി കണ്ടിട്ട്. അതല്ല, സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് വന്നത്. അത് ഗസ്റ്റ് ഇല്ല, ഇവിടുത്തെ സ്ഥിരം മറ്റേ പ്രോപ്പർട്ടി പോലത്തെ ആൾക്കാര്. അതെ, ഒന്ന് അഭിനയിക്കാൻ പോയപ്പോ ഞങ്ങൾ വേറെ ആൾക്കാരെ ഒന്ന് വെക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അവനെന്താണ് ഇവിടെ കാര്യം? പകരം വന്നാ ചേട്ടാ. ശോധ, ശ്വേത. ഞാൻ ശോധ എന്നാ വിളിക്കുന്നത്. യശോദ എന്നാണ് ഉദ്ദേശിച്ചത്. യശോദേ, അതൊരു വലിയൊരു കഥയാണ്. അയ്യോ, അതൊരു ഭയങ്കര കഥയാണ്. നമുക്ക് സമയം കിട്ടിയാ പറയാം. അതെ, ആദ്യം നമുക്ക് ഇവിടെ 916 കുഞ്ഞൂട്ടന്റെ കഥയാണ് കേൾക്കേണ്ടത്. എങ്ങനെ പോകുന്നു 916 കുഞ്ഞൂട്ടന്റെ കഥകൾ? കേൾക്കട്ടെ. വളരെ സന്തോഷമുണ്ട്, കാരണം 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ ഭാഗമായിട്ട് ഇതില് വരാൻ കഴിഞ്ഞതിലും പ്രത്യേകം ക്ഷണിച്ചതിലും ഒരുപാട് സന്തോഷം. അയ്യോ, അത് മാത്രമല്ല, വേറൊരു സന്തോഷം പറയുകയാണെങ്കിൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിലുള്ള നമ്മുടെ സ്കിറ്റൊക്കെ ചെയ്യുന്ന പിള്ളേര് സെറ്റ് എനിക്ക് കുറവാണ് ഈ സിനിമയിൽ. ഞാനില്ല, ഇവരാരും ഇല്ല, പ്രൊഡ്യൂസർ ഇല്ലെന്നൊക്കെ ഉള്ളൂ. പക്ഷെ എന്നാലും ഇതിന്റെ പോസ്റ്ററുകളെല്ലാം ഷെയർ ചെയ്യുന്നില്ലേ? അപ്പൊ ഇതിന്റെ പ്രൊമോട്ട് ടീമിൽ അംഗങ്ങളാണ് നിങ്ങൾ, ഇതായിരിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അങ്ങനെ പറയരുത്. ശരിക്കും ഡയാനയും നോബി. ഡയാനയാണ് ഇതിലെ നായിക. അതെ, ഡയാനാണ് ഇതിലെ നായിക. ഡയാന ഓസ്ട്രേലിയയിൽ പ്രൊമോഷൻ പോയിരിക്കുകയാണ്. എനിക്ക് ഇവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അറിയണം എന്നുണ്ട്. അപ്പൊ സാധികയിൽ നിന്ന് തുടങ്ങാം. യെസ് സാധിക. ഹായ് എവരിവൺ. എങ്ങനെ പോകുന്നു സിനിമ വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ? നല്ല വിശേഷം. ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ ഒരു സിനിമ വരുന്നത്. 916 കുഞ്ഞുട്ടൻ. പകർച്ചേട്ടന്റെ കൂടെ വളരെ നൈസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്താന്ന് ഞാനിപ്പോ പറയണ്ടല്ലോ, പറയണ്ട, ഒന്നും കൊടുക്കണ്ടല്ലോ, സർപ്രൈസ്. പക്ഷെ നൈസിനെ നമുക്ക് പിടിക്കാൻ പറ്റിയ നൈസ് ആയിട്ടൊരു ക്യാരക്ടർ കിട്ടി. യെസ്, രാകേഷ് അല്ലേ? രാകേഷിന്റെ ഒരു റോള് എങ്ങനെയാണ്? എന്റേത് ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ മോസ ഡ്രാഗൺ എന്റർടൈൻമെന്റിന്റെ ഈ മൂവിയിൽ അഭിനയിക്കാൻ പറ്റിയതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ലെജൻഡറി ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സും കൂടെ അഭിനയിക്കാൻ പറ്റിയത് വളരെ ഹാപ്പി. ലെജൻഡറി ആയിട്ടുള്ള അവരെ നമ്മൾ വിളിച്ചില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും അല്ല, ഇവരെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, 5 മിനിറ്റ് മുമ്പേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ പക്രച്ചേട്ടൻ പറഞ്ഞു എന്റെ പേരിൽ എത്ര ഗിന്നസ് റെക്കോർഡ് ഉണ്ടെന്ന് അറിയുമോ. അപ്പൊ ഇത്രയും ഗിന്നസ് റെക്കോർഡുള്ള ഒരാൾ എന്തായാലും ലെജൻഡറി അല്ലേ. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ആ ഒരു ലെജൻഡറി പറയണതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. റെക്കോർഡ് മേടിക്കുന്നൊന്നും ലെജൻഡറി ഒന്നുമല്ല, മര്യാദയ്ക്ക് അഭിനയിക്കണം, അത്രേ ഉള്ളൂ. ഒരു യാഷ് ലുക്ക് KGF-ലെ. പക്ഷെ എനിക്ക് കമൽ സാറിനെ പോലെയാ തോന്നിച്ചേ. പിന്നെ എന്താന്ന് പറയാ, യേശു ക്രിസ്തുവിനെ പോലെ. അയ്യോ എന്റെ ദൈവമേ. ഒരു കാര്യം ചെയ്യാം, പിന്നെ ഇപ്പൊ നമ്മുടെ ഷോയില് ഇതിന്റെ ഡ്യൂപ്പായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിച്ചാൽ. അപ്പൊ 916 കുഞ്ഞുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതില് 2 ഹീറോയിൻസ് ആണുള്ളത്. ഒന്ന് ഡയാന ഹമീദും ഒന്ന് ഞാനും. അപ്പൊ അതില് പകർച്ചേട്ടന്റെ കൂടെ തന്നെ നായികയായിട്ടുള്ള റോള് മാളു എന്ന ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. വലിയ ലെവലാ. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഒരുപാട് നായികമാര് വേണം. 5 ഉണ്ട് ഇതിന്റെ അത്. വന്നു പോണതൊക്കെ ഇവനായിട്ട് സെറ്റാ. എന്റെ ടിനിച്ചേട്ടൻ പറയട്ടെ. ടിനിച്ചേട്ടാ, എനിക്ക് ഒന്നുമില്ല ഇതിന്റെ അത്. ഞാനൊരു വരണ്ട ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു പ്രായമുള്ള മനുഷ്യൻ. ഇതുവരെ സിനിമയിൽ വരാത്തൊരു ഗെറ്റപ്പ് ഈ പടത്തിൽ. അഭിനയം പക്ഷെ പഴയത് തന്നെ. ഗെറ്റപ്പിട്ട് മറച്ചേക്കുവാ.
കുറച്ച് കാലത്തിന് ശേഷം എന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിലാണ് ഞങ്ങൾ ടിനിയും ഞാനും, അതും ടിനിയുടെ ഒരു 1-2 സീനിൽ വരുന്നൊരു ക്യാരക്ടറാണ്. ഈ സിനിമയിലാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഏതാണ്ടൊരു നിർണായക ഘട്ടത്തിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ സിനിമ വരുമ്പം ടിനിക്ക് അത് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ തന്നെ അത് ഇൻഡസ്ട്രിയിൽ അടയാളപ്പെടുത്തുന്നുള്ള കാര്യത്തിലൊരു ആത്മവിശ്വാസമുണ്ട്. സൂപ്പർ സൂപ്പർ. അല്ല, ഇപ്പൊ ആക്ച്വലി 2024 ടിനിയേട്ടൻ ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഭയങ്കര ടിനിയേട്ടൻ എനിക്ക് തോന്നുന്നു ഭയങ്കര സെലക്ട് ചെയ്തിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യാണ്. അല്ല, ബിക്കോസ് എല്ലാ പ്രൊമോഷന് നമുക്ക് എനിക്ക് അയക്കാറുണ്ട്. അപ്പൊ ഞാൻ കാണുമ്പോ അപ്പൊ ടിനിയേട്ടനോട് പറയും. അതാണ് ഇടയ്ക്ക് അദ്ദേഹം ബഹിരാകാശത്തുനിന്ന് താഴെ വന്ന് അഭിനയിച്ചിട്ട് പോകും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നല്ല നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. 6 വർഷം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് കഴിഞ്ഞ വർഷമൊക്കെ. അല്ല കഴിഞ്ഞ അത് തന്നെ. അപ്പോ ആധികാരികമായിട്ട് നമ്മളെ കുറിച്ച് പറയാൻ അധികാരമുള്ള ഒരാളാ അവിടെ ഇരിക്കുന്നത്. അല്ല, അത് മാത്രല്ല, കഴിഞ്ഞ സിനിമയിൽ എന്റെ അമ്മയായിരുന്നു എന്നെ എടുത്തോണ്ട് നടക്കുക. അതിന്റെ പ്രൊഡ്യൂസർ ആരാണ്? പക്രു ചേട്ടൻ. അതെ, എനിക്ക് ഇപ്പൊ ഈ ഒരു കോൺവെർസേഷന്റെ ഇടയ്ക്ക് എനിക്കൊരു സാധനം കാണിക്കാനുണ്ട്. അമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഹലോ, ഹെൽപ്പ് ചെയ്യട്ടെ? പേടിയോ? ഞാൻ പിടിക്കാം. മെല്ലെ 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 മെല്ലെ. ഉണ്ടോ? അങ്ങനെ ഒരു ടീച്ചർ ആയിരുന്നു അത്. അതെ 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 അതെ. താഴേക്ക് ഊർന്നിറങ്ങാൻ പഠിപ്പിച്ചേ. ശരി, അപ്പൊ എന്തായാലും പക്രു ചേട്ടാ, ഇത്രയൊക്കെ നമ്മൾ 916 കുഞ്ഞുവേട്ടന്റെ കഥകൾ പറഞ്ഞപ്പോൾ അതിന്റെ ട്രെയിലർ എന്തായാലും എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹമുണ്ടാവും. സോ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടാലോ? യെസ്. കുട്ടികളുടെ കഥയാണോ? അല്ല, കുഞ്ഞു കുട്ടിയോ കുഞ്ഞുട്ടൻ? അച്ചൂടോ, ഒരു വലിയ കുഞ്ഞുകുട്ടി. ഇത് നമ്മുടെ മോൻ 916 തനി തങ്കം. അച്ഛനൊത്ത മകൻ തന്നെ, നല്ല ഉശിരുള്ള ആൺകുട്ടി. യഥാർത്ഥ സൗന്ദര്യം തിരിച്ചറിയാൻ കഴിവുള്ള പെൺപിള്ളാരും ഈ നാട്ടിലുണ്ടെന്ന് ശില്പയ്ക്കിപ്പം മനസ്സിലായില്ലേ? സിദ്ധാർത്ഥേട്ടന് എന്നെ ഇഷ്ടായോ? എങ്ങനെയുണ്ട്? മല്ലന്മാര് പെണ്ണുങ്ങൾ അതെന്താ നോക്കിയാ കണ്ണടിച്ചു പോവോ? സിദ്ധാർത്ഥ് അല്ലെങ്കിൽ 916 അങ്ങനെ ഒരു പേരുണ്ട് അയാൾക്ക്. ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് ഹിം. ആരാണെങ്കിലും അവന്മാര് കളിക്കട്ടെ രുദ്ര. ഇത്രയ്ക്കും കുഞ്ഞാക്ക് ഇത്രയ്ക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരു സസ്പെൻസ് ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ഫാമിലി ആണെങ്കിൽ അതും ഉണ്ട്. എനിവേസ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ, സോ അവിടെയാണ് നമ്മുടെ സീറ്റിംഗ്. നിങ്ങൾ ഇരിക്കുക. നമ്മുടെ ബാറ്ററി നമ്മളിപ്പോ ചാർജ് ആക്കും. അതിനുശേഷം സ്കിറ്റുകളാണ് എൻജോയ് ചെയ്യാം. ഓക്കെ, നല്ലൊരു വീഡിയോ കൊടുക്കാം. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പുതിയ രൂപത്തിലേക്ക് ആയി കഴിഞ്ഞപ്പം ഇതിന്റെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, ഭയങ്കര വൈറലായിട്ട് ഇപ്പൊ ആൾക്കാരുടെ ഇടയിൽ എല്ലാവരും ഇങ്ങനെ പാടി നടന്ന് ഡാൻസ് ഒക്കെ കളിച്ചിങ്ങനെ നടക്കുന്ന. പക്ഷെ ഞങ്ങൾക്ക് മാത്രം സ്റ്റെപ്സ് ഇല്ല. ഞങ്ങളിങ്ങനെ ഒരു കോറിയോഗ്രാഫറിനെ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് ഗൈസ് വരുന്നുണ്ടാ? കോറിയോഗ്രാഫറിനെ കിട്ടിയിരിക്കുകയാണ് നമുക്ക്. നിനക്ക് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്റ്റെപ്പ് ഇല്ലാത്തത്. പക്ഷെ ഇല്ലില്ല, നമുക്ക് ആർക്കും ഇല്ല, അതും വിട്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താ പറയുക, നന്നായിട്ട് നമ്മളെ സ്റ്റെപ്പ് പഠിപ്പിക്കുന്ന ഒരാളെ ഇവിടെ കൊണ്ടുവരാന്ന് വിചാരിച്ചു. അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു കയ്യടിയോടെ സ്വാഗതം ചെയ്യാം. വെൽക്കം 916 ജാക്സൺ.
ഒരു മിനിറ്റ്. എന്താ എന്റെ ചേട്ടാ, ഇത് പുലിപ്പല്ലുങ്ങാനാണെങ്കിൽ മിണ്ടല്ലേ പുലിപ്പല്ലല്ല. ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറും. അപ്പൊ വെളുത്തുള്ളിയാണത്. വെൽക്കം വെൽക്കം. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മള് ഇത്രയും പേരാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഞാന് കഴിഞ്ഞ ദിവസം ഒരു കൊറിയോഗ്രാഫറിലായിരുന്നു ഒരു പടത്തിന്റെ. അതാണ് ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുക്കാതെ. എത്ര നാളായിട്ട് ഇവിടെ ഞാന് ഒരു ലഹരിക്കെതിരെയുള്ള ഒരു പടം. ഓ, വെരി നൈസ് തിങ്. പടത്തിന്റെ പേര് എന്താ പേരെന്താ? തീ പുകച്ചാരം. എന്നാ പിന്നെ സീട്ടൊന്നും കിട്ടാ പോരായിരുന്നു. പക്ഷേ ആ പടം അതെന്താ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി. ബ്രേക്ക് ആയോ? വേറൊന്നുമില്ല, അത് ഈ ലഹരിക്കെതിരെയുള്ള പടമാണല്ലോ. അതെ. സംവിധായകൻ ലഹരി അടിച്ചിട്ട് നേരെ ജയിലിലേക്ക് പോയി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ലൊക്കേഷനിൽ ആരുമില്ല. ഞാൻ അല്ല, ഞാൻ ചോദിക്കണ വിചാരിക്കാണ്, എങ്ങനെയാണ് ഈ 916 ജാക്സൺ എന്നുള്ള ഒരു പേര് കിട്ടിയത്? ട്രൂപ്പിന്റെ പേരാണ്. ആഹാ, എന്താ ട്രൂപ്പിന്റെ പേരെന്നാ? എന്റെ പത്രമാറ്റാണ് എന്റെ ട്രൂപ്പിന്. പത്രമാറ്റ്. അപ്പൊ ഈ ഷോളൊക്കെ ഭയങ്കര ഇങ്ങനെ പത്രമാറ്റോട് നിറഞ്ഞിട്ടുള്ള ഷോളായിരിക്കും. പത്രക്ക് എന്നെ വിളിക്കും, അരമണിക്കൂർ മേനെ ഇറക്കി വിടും. അതായത് 10 ആകുമ്പത്തേക്ക് അങ്ങ് മാറ്റും. ഞാൻ ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തിന്? ഡാൻസ് കളിച്ചതിന് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ ഇറക്കി വിട്ടതിന് നോക്കുന്നുണ്ട്. കിട്ടാൻ ഈ വർഷം. അല്ല, അതെ, ഞാൻ ഇപ്പൊ ഗിന്നസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഗിന്നസ് ഉണ്ട്, 916 ഉണ്ട്, ഇതൊക്കെ ബന്ധമായിട്ടുള്ള ഒരാളുണ്ട്. അവിടെ നോക്കിക്കേ, ആ ടീം എന്ന് പറയുന്നത് 916 കുഞ്ഞുട്ടിന്റെ ടീമാണ്. ആ നമസ്കാരം പറഞ്ഞ വ്യക്തിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡും ഉണ്ട്. ഇന്നതേ എന്നെ ഈ പടത്തില് കൊറിയോഗ്രാഫി ചെയ്യാൻ വിളിച്ചാണ്. അയ്യോ, നിങ്ങക്ക് അറിയാവുന്നായിരുന്നോ? നമസ്കാരം. 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 എങ്ങനെ പോകുന്നു പടമൊക്കെ? എന്നാണ് ഞാൻ വരേണ്ടത്? അല്ല, പടം വരുന്നുള്ളല്ലോ, പോയിട്ടില്ല. ഞാൻ കൊറിയോഗ്രാഫി ചെയ്യാൻ അത് കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത പടത്തിനെ പറ്റുള്ളൂ. ഇതിനകത്ത് വേറെ ആള് വന്ന് പോപ്പി മാസ്റ്റർ ആയിരുന്നു നമ്മുടെ ഈ പടത്തിന്റെ കൊറിയോഗ്രാഫർ. അങ്ങനെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. എവിടെയായിരുന്നു? ബിസി ആയിരുന്നു തോന്നുന്നു അല്ലേ? ബിസി അല്ല, പാലാരിവട്ടം ജംഗ്ഷനിൽ വെച്ച് ഞാൻ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞപ്പോ കാണാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ബുക്കിൽ ചെയ്തിട്ടാ ഡേറ്റ്. വിളിച്ചില്ല എന്നെ. സങ്കടമുണ്ട്, വിഷമമുണ്ട്. ഞാനാ എന്നെ വിളിച്ചില്ല. അല്ലാതെ ഓർമ്മയില്ല. അത് നിങ്ങളിപ്പോ പ്രൊമോഷൻ ഇരിക്കുന്നു, ഞാൻ പ്രൊമോട്ടായിട്ട് ഇവിടെ നിൽക്കുന്നു. ഭയങ്കര സങ്കടം, വിഷമമുണ്ട്. ഏതായാലും ഉള്ളി കണ്ണീരത്തേക്ക് അങ്ങനെ സങ്കടകരം, സങ്കടമുണ്ട്. ചേട്ടാ ഈ ഡാൻസിന്റെ കാര്യം പറഞ്ഞോണ്ടാണ് സംശയങ്ങളുണ്ടേ. തീർച്ചയായിട്ടും നിനക്ക് എന്നും സംശയമാണല്ലോ ഇവിടെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണോ ചേട്ടൻ്റെ അടുത്ത്? ഈ ചേട്ടൻ ഈ കണ്ടംപററി ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അത് എന്റെ പരിപാടി കഴിയുമ്പോൾ ആൾക്കാർ വിളിക്കാറാ പതിവ്. അത് എന്റെ പരിപാടിയല്ല, ആൾക്കാർ പരിപാടി കഴിയുമ്പോൾ എന്നെ വിളിക്കാറാണ്. അല്ല, കണ്ടംപററി അല്ല, അതാണ് ജനങ്ങൾ എന്നെ വിളിക്കാറാണ്. അത് ഇപ്പഴേ കിട്ടിയത്. സാരമില്ല ചേട്ടാ, നമുക്ക് എന്തായാലും ഈ ഒരു ഫ്ലോർ കിട്ടിയ സ്ഥിതിക്ക് ചേട്ടൻ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണിക്കാൻ പറ്റും? ഞാന് ഒരു വെറൈറ്റി, അതായത് മോട്ടിവേഷൻ ഡാൻസ് ആണ് ഞാൻ. മോട്ടിവേഷൻ ഡാൻസ് സ്പീക്കിംഗ് കേട്ടിട്ടുണ്ട്. മോട്ടിവേഷണൽ സ്പീക്ക് എന്നൊക്കെ പറയുന്നത്. മോട്ടിവേഷൻ ഡാൻസ് അത് പ്രത്യേക ആക്ഷൻ ആൻഡ് മോട്ടിവേഷൻ, അതാണ് ഡാൻസ്. പ്രത്യേക ആക്ഷൻ ആണ് മോട്ടിവേഷൻ. അതൊന്ന് നമുക്കൊന്ന് കാണിച്ചു തരോ? ഇല്ലിമുളം നാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. അതാണ് മോട്ടിവേഷൻ. മഴയത്ത് മാത്രമേ ഇത് കളിക്കാവുള്ളൂ. മഴയത്ത് മാത്രമേ എന്നാളെ തെന്നോളൂ. മനസ്സിലായേ? ഇതുപോലെ വേറെ എന്തെങ്കിലും പ്രത്യേകമായ കഴിവുകൾ വേറെ? പിന്നെ ഒരു പ്രത്യേക കഴിവുണ്ട്. ഇതുപോലെ വേറെ ഡാൻസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോട്ടിവേഷൻ ആണോ? അല്ലല്ല, വേറെയാണ്. പക്ഷെ എനിക്ക് ഒരാളിവിടെ വേണം. ആളെ വേണം ആ ഡാൻസ് കളിക്കാൻ. പേരില്ലേ, നമ്മൾ ആര് വേണമെന്ന് പറഞ്ഞാൽ മതി. അതായത് മൈക്കിൾ ജാക്സൺ കഴിഞ്ഞിട്ട് കേരളത്തിൽ ഒരേ ഒരു സ്ഥാനം അയാൾക്കുള്ളൂടെ ആ ഡാൻസ് കളിക്കാൻ. അത് കേരളത്തിൽ ടിനി ടോപ്പ് എന്ന് പറയും. വർഷം മുമ്പ് ദുബായിൽ വെച്ച് കലാപം പഠിച്ചതിന്റെ കൂടെ പുള്ളി ഡാൻസ് കളിച്ചിട്ട് പുള്ളി എന്റെ അടുത്ത് ഇവിടെ വന്നു ആ ഡാൻസ് തുടങ്ങി. ഉറപ്പായിട്ടും. അല്ല, ടിനി നിനക്കുള്ള റോക്കറ്റ് റെഡിയാടാ. അല്ല, സാധാരണ എനിക്കാണ് തരാറ്. പക്ഷെ എന്നെ മുട്ടുള്ളപ്പോ ഞാൻ തന്നെ അപ്പൊ ഞാനൊരു മ്യൂസിക്കൽ പ്ലേ ചെയ്യും. അതിനൊന്ന് സ്റ്റെപ്പ് വെക്കണം. ആക്ട് ചെയ്താ മതി. എത്ര ഇഞ്ചുണ്ട്? 6. ഓക്കെ, അപ്പൊ സിംഗ് ആവും. ഓക്കെ, മൈക്ക് ഞാൻ പിടിക്കാൻ ചേട്ടാ. മ്യൂസിക് മോനെ, മ്യൂസിക് മൈക്ക് വന്നോണ്ട് ചേട്ടാ. ഓക്കെ അല്ലേ?
മ്യൂസിക് നിലാവേ മായുമോ കിനാവും നോവുമാ ഇനി വിടരുത്. എക്സ്പ്രഷൻ ഉണ്ട്, കരച്ചില്. തലോടും പാട്ടുമാ ലില്ലി പപ്പാലോലി ലില്ലി പപ്പാലോലി എക്സ്പ്രഷൻ ലില്ലി പപ്പാലോലി അടിപൊളി. അവിടെ തുള്ളിത്തിരി വരുമോ? അല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മിസ്റ്റർ ജാക്സൺ, 916 ജാക്സൺ, ഇത്രയും നടിമാർ ഇവിടെയുണ്ട്, ഇത്രയും ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഇവിടെയുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് താങ്കൾ ടീനി ചേട്ടനെ ചൂസ് ചെയ്തത്? വേറൊന്നുമില്ല, ടിനിച്ചേട്ടന്റെ കൂടെ ഡാൻസ് കളിക്കുമ്പോ ടിനിച്ചുട്ടൻ എന്തായാലും ഏറലാവും. അതിന്റെ കൂടെ ഞാനൊന്ന് ഏറലായിക്കോട്ടെ. അപ്പൊ എന്നെ ബലി കൊടുക്കണം. വാഴ നനയുമ്പോ ചീരം നനഞ്ഞോട്ടെ. നനയലല്ല പതയാണ് വന്നോണ്ടിരിക്കുന്നത്. വെള്ളവേന കൊടുത്ത് അവിടെ തലൂറ്റി വീഴുന്ന തോന്നിപ്പോ. ഓക്കെ, അതെ, എന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പടം ഹിറ്റായി സൂപ്പർ ഹിറ്റ് ആവും ഉറപ്പാണ്. താങ്ക് യു. അപ്പൊ ഇതിന്റെ പ്രൊമോഷൻ സോങ് ഞാൻ കൊറിയോഗ്രാഫി ചെയ്യും. ആയിക്കോട്ടെ. ഓക്കെ, പറ്റിക്കരുത്. ഇല്ല, പറ്റിക്കില്ല. ഹലോ, ആദ്യം ഞങ്ങളുടെ സെറ്റ് ആക്ക്. നിങ്ങൾ സെറ്റാക്ക്. ഞാൻ വേറെ എന്റെ പെൺകൊച്ചുങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കാണ് കൊറിയോഗ്രാഫ്. ആണോ? പിന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഞാൻ അവരെ കൊണ്ടുവരാം കേട്ടോ. ശ്വാസം ആദ്യം കിട്ടുമോ നോക്ക്. അവിടെ ചെല്ലുമ്പോഴും എന്റെ ശ്വാസം പോകാൻ കൊറിയോഗ്രാഫി ഞാൻ കൊണ്ടുവരും. എന്നാ മെല്ലെ ഞങ്ങൾ മോങ്ങാം. എന്നാൽ വന്ന മ്യൂസിക് കൊണ്ടിട്ടാണെങ്കിൽ ഞാൻ പോകണം. അങ്ങോട്ടേക്ക് പക്കു ചേട്ടാ, ടിനി ചേട്ടാ, നമ്മുടെ പുതിയൊരു ഫോമാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇവിടെ ഇപ്പം കോമ്പറ്റീഷൻ ലെവലിലേക്കാണ് സ്കിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം രാധിക ചേച്ചിയും സുരേഷ് ചേട്ടനുമാണ്. രാധിക ചേച്ചി ഫാൻസ് ഒന്നുകൂടി പറഞ്ഞേ. രാധിക ചേച്ചിയും സുരേഷ് ചേട്ടനും എവിടെയെങ്കിലും അങ്ങനെ ഒരു കോമ്പിനേഷൻ കേട്ടിട്ടുണ്ട്? രാധിക സുരേഷോ? അയ്യോ, ആ ചിന്ത നമുക്ക് ഇതുവരെ പോയില്ല ചേട്ടാ. കേട്ടോ, എന്നെ ചെയ്യാനാ. അപ്പൊ ഇവിടെ രാധിക ചേച്ചിക്ക് ഭയങ്കര ഫാൻസാ. രാധിക ചേച്ചി ഒരു സ്കിറ്റ് കണ്ടതിന് ശേഷം എല്ലാരും രാധിക ചേച്ചിയുടെ പെർഫോമൻസ് വരുമ്പോൾ കയ്യിൽ നിന്നിട്ട് കുറെ ആക്ഷൻസ് കാണാൻ വേണ്ടിയിരിക്കും. ഇവിടെ പിന്നെ കൗണ്ടറിന്റെ ആശാനായതുകൊണ്ട് അതിനും വേറെ ഫാൻസ് ആണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലെ നെഞ്ചിടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കേൾക്കാം. കാരണം നമ്മുടെ ബാറ്ററി ഇപ്പൊ ചാർജ് ചെയ്താൽ മാത്രം, അതായത് ചിരി, നമ്മൾ ചിരിക്കണം. നിങ്ങൾ ചിരി തരാനുള്ള കൗണ്ടേഴ്സ് തരുന്നു, ഞങ്ങൾ ചിരിക്കുന്നു. ആ ചിരി ബാറ്ററിയിലേക്ക് ചാർജ് ആയി വരുന്നു. ആ ചാർജ് ആയത് പിന്നെ എന്തായി വരും? പൈസ. നമുക്ക് ഒരു കാര്യം ചെയ്യാവേ, ഈ ബാറ്ററി ഒന്ന് ഓൺ ആക്കിക്കേ. നമ്മുടെ ഗസ്റ്റുകളൊന്ന് കാണട്ടെ. നമ്മുടെ ബാറ്ററി ഇതാ ഫ്രണ്ടിലാക്കും ഞങ്ങളുടെ ബാറ്ററി. ഇനി നമുക്ക് ടിനിച്ചേട്ടൻ ചിരിച്ചാൽ എത്രത്തോളം നമ്മുടെ ബാറ്ററി കയറും എന്നുള്ളത് നോക്കാം. ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. നോക്കാലോ. ചിരിച്ചേട്ടന്റെ ചിരിയാണെങ്കിൽ ഒറ്റ ബാറ്ററി നിൽക്കൂല, 2 ബാറ്ററി വേണ്ടി വരും. ഞാൻ ചിരി വിട്ടാ പിന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഒന്ന് വെറുതെ ഒന്ന് ചിരിച്ചാ ടിനിച്ചേട്ടാ. ഒരു ചെറിയ ചിരിയിൽ എത്രത്തോളം ബാറ്ററി ചാർജ് കയറും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇല്ല, കേറിയ ചെറുതായിട്ട് കയറും. ഒന്നുകൂടെ ചിരിച്ചേ. വേണ്ട, അധികം. എന്നാ പക്രു ചേട്ടാ ഒന്ന് ചിരിക്കാവോ? പക്രു ചേട്ടാ പകുതി കയറി, അല്ലെ കാൽഭാഗമായി. ശ്വാസമുട്ടലിന് മെഷീനിൽ ഊന്നുന്ന പോലായി പോയല്ലോ. അതാ പറയാ, നമ്മള് പവർഫുൾ ചിരി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ബാറ്ററിയിലെ ഡെസിബിൾസ് കൂടും. ഇതുള്ളത് തന്നെയാ കേട്ടോ. എപ്പോ പൊട്ടും? രാക്ഷസ ചിരിയായി. അല്ല, കേറി, മുക്കാവാൻ കേറി. കയറും അത് ഉറപ്പായിട്ടും കയറും. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചിരിക്കാൻ റെഡി ആയിക്കോ. നമുക്ക് ഇവരുടെ സ്കിറ്റ് കാണാം. ഓക്കെ ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാ 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 വം ബാബാ, വാ 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 വം ബാബു. എടേ ചേട്ടാ, കണ്ട പലിശക്കാരൻ ബാബു ഇങ്ങോട്ട് വരുന്നേ. ഇങ്ങോട്ട് വരുന്നോ? അണ്ണൻ രക്ഷപ്പെട്ട്. ഇല്ല, ബാബു അങ്ങേരെ പിടിച്ച്. ബാബു ബാബു വാ 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 വം ബാബു. ആരാ
മനസ്സിലായില്ലല്ലോ. മനസ്സിലായില്ലല്ലേ? ഇല്ല. 3 ക്ലൂ തരാം. മൂക്കള തരാവുന്നോ? തരാമെന്നല്ല, 3 ക്ലൂ തരാം. ക്ലൂ 1, തിരുവനന്തപുരം വർഷം 1980. കൊല്ല വർഷമൊന്നുമില്ലയോ? അങ്ങനെ എപ്പോഴും കൊല്ലം മാത്രം അങ്ങ് സൂഹിക്കണ്ട, ഇടയ്ക്ക് ഞങ്ങൾ തിരുവനന്തപുരം കൂടെ ഒന്ന് സൂഹിക്കട്ടെ. ക്ലൂ 2, നല്ലൊരു പുതപ്പെടുത്ത് പോച്ചാ മതി. കുളിരുണ്ടെന്ന് പറഞ്ഞു. ക്ലൂ 2, നിറവയറോടെ ഒരു ഗർഭിണി. പിന്നെ പറച്ചിൽ കേട്ടാത്തൊന്നും ഇപ്പൊ ഉള്ളതല്ല 6 പാക്കോടുള്ള ഗർഭിണിയാണ്. പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലിക്കൽ തറവാട്ടിലെ തമ്പുരാട്ടിക്കുട്ടിക്ക് അടിച്ചു തളിക്കരി ജാനുവിന്റെ മകനോട് പ്രേമം. അത് വളർന്നു, പറഞ്ഞു, പന്തലിച്ചു. എങ്ങനെ വളർന്നു, പടർന്നു, പന്തലിച്ചു. എന്നിട്ട് പൂവിട്ടു. അതിപ്പോ ഇത്രയും കിടന്ന് ചാടിയപ്പോ അറിയാതെ പോയതായിരിക്കും. അത് സാരമില്ല, ഇത്ര അടുത്ത് നിന്നിട്ട് പോലും ഞാൻ കേട്ടില്ല. പിന്നെ ആൾക്കാരെ കേൾപ്പിക്കാൻ അവരുടെ പ്രേമം പൂവിട്ടു. അങ്ങനെ അവർക്കൊരു മകൻ ജനിച്ചു. ആ മകനാണ് ഞാൻ. മനസ്സിലായില്ല? ഇല്ല. നിങ്ങളുടെ മകനാണ് ഞാൻ. അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ. എന്താ? അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ. ഞാൻ നിന്റെ അമ്മയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് ഇറങ്ങടാ വിളി നാറി. നാണക്കേട്, ഈ മുതുക്കൻ എന്നെ വിളിക്കുന്ന കേട്ടോ. എടാ നാണക്കേടല്ലോടാ ഇത്. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാടാ? 1985. എന്റെ 83. അപ്പൊ എന്റെ 2ാമത്തെ വയസ്സ് ഞാൻ പ്രസവിച്ച എന്റെ ഉണ്ണി. അതെ അമ്മേ. ഇറങ്ങടാ വട്ടി വെളിയില്. 1985 അല്ല, പിന്നെ 1995. ഇപ്പൊ കറക്റ്റായി. അമ്മേ, അമ്മേ. എടാ വന്നപ്പോ നീ അമ്മേന്ന് വിളിച്ച്, ഇപ്പൊ അമ്മാമ്മേന്ന് വിളിച്ചു. പോകുമ്പോ നീ എന്നെ അമ്മായിയമ്മേന്ന് വിളിക്കുമല്ലോടാ. നിങ്ങൾക്കറിയാവോ, പണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോ ബോംബെ തെരുവിലെ ഓടയിക്കളന്നാണ് ഞാൻ വളർന്നത്. ഒരു മിനിറ്റ്, ഭഗവാനെ, അപ്പൊ കക്കൂസ് പൊട്ടിയതല്ലായിരുന്നു. വെറുതെ പ്ലംബറിനെ വിളിച്ച് പൈസ ചെലവാക്കും ഞാൻ. പറയുന്നത് അങ്ങോട്ട്. പിന്നെ ഞാൻ വളർന്നത് എങ്ങനെയാണെന്നറിയുമോ? ബോംബെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന പട്ടികളാണ് എന്നെ വളർത്തിയത്. ചെന്നായല്ലല്ലേ? പട്ടിയ. അപ്പൊ നീ മൗഗ്ലി അല്ല. അങ്ങനെ എനിക്ക് 5 വയസ്സായപ്പോ എന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. ഏത് പട്ടി? പട്ടിയല്ല, ഒരു മാമൻ. അങ്ങനെ ഞാൻ സ്കൂളിൽ പോകുമ്പോ എനിക്ക് ഇടാനൊരു ഡ്രസ് പോലും ഇല്ലായിരുന്നു. ആകപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞ മൂട് കീറിയ ഒരു നിക്കർ മാത്രം. അത് വിട്ടോണ്ട് ഞാൻ ഇങ്ങനെ പ്ലാച്ച എന്ന് പോകുമ്പോ അവിടെയുള്ള നാട്ടുകാർ മൊത്തവും എന്റെ പുറവശം നോക്കി കളിയാക്കി ചിരിക്കും. എന്റെ മുൻവശം കരയുന്നത് ആരും കണ്ടില്ല. എടാ, ഇത്രയും വലിയൊരു മെഗാഷോ ഇവിടെ നടക്കുമ്പം എങ്ങനെയാടാ ഈ മാട്ട മുന്നിൽ നിന്ന് അവര് കാണുന്നത്? കാണത്തില്ല മക്കളെ. ഇതെന്തോ പറയാനെന്ന് പറഞ്ഞ. പക്ഷേ ഞാൻ പഠിച്ചു, പിന്നെ വളർന്നു, വലുതായി. മനസ്സിലായില്ല. പഠിച്ചു, വളർന്നു, വലുതായി. എന്നിട്ട് അങ്ങനെ ഞാൻ പഠിച്ചു വളർന്നു വലുതായപ്പോഴാണ് ഞാൻ ഈ സത്യം അറിഞ്ഞത്. എന്റെ അമ്മ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അങ്ങനെ അമ്മയെ കാണാൻ എന്റെ ഡിഗ്രി മൊത്തം വാരി ഈ പെട്ടിക്കകത്തിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ ഓടി കുച്ചു വണ്ടി കയറി. ട്രെയിനാണോ ഉദ്ദേശിച്ചേ? നല്ല വിദ്യാഭ്യാസം ഉണ്ട് കേട്ടോ. എങ്ങനെ മനസ്സിലായി? ആ കുച്ചുവേ ഞാൻ എന്റെ അമ്മയാണ് എന്റെ അമ്മ. എന്റെ അമ്മയെ കാണാനാ ഞാൻ എന്റെ അമ്മയെ കാണാനാ ഇവിടെ വന്നത്. അവസാനം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ട്രെയിൻ കയറി ഇവിടെ വന്നതെന്ന്. എന്നിട്ട് അമ്മയാണ് എന്റെ അമ്മ. അപ്പം എന്റെ മോനാണോടാ നീ? അമ്മ. മക്കളെ, അമ്മയ്ക്കൊരു തെറ്റ് പറ്റി. സാരമില്ലമ്മേ, ഞാൻ ശരിയിട്ട് തരാം. എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ. ഹലോ, നീ എവിടാ? ഞാൻ വന്ന് അമ്മയെ കണ്ടു, കാര്യങ്ങളെല്ലാം സെറ്റായി. ഓക്കെ. അമ്മയെ കണ്ട് നീ ഏത് വീട്ടിൽ പോയി അമ്മയെ കണ്ട്? നമ്മുടെ ജംഗ്ഷനിലെ പച്ച പെയിന്റ് അടിച്ച വീട്. പച്ച പെയിന്റ് അടിച്ച വീടാ? എടാ, നിന്റെ അമ്മ ഉള്ളത് നീല പെയിന്റ് അടിച്ച വീട്ടിലല്ലടാ. നീ അപ്പൊ പച്ച പെയിന്റ് അടിച്ച വീട്ടിലാ? ഓ, അപ്പൊ ഇതാരും ഇവിടെ ഇരിക്കുന്നത്? എടാ പ്രാന്ത, അത് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രാന്തിയാണ്. നീ ആ പച്ച പെയിന്റ് അടിച്ച വീട്ടിലല്ലടാ നിന്റെ അമ്മ, നീല പെയിന്റ് അടിച്ച വീട്ടിലാണ്ടാ നിന്റെ അമ്മ. പെണ്ണുമ്പോൾ ആദ്യം സമ്മതിച്ചില്ലായിരുന്നു, ഞാൻ പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്തു. നീ എനിക്കറിഞ്ഞൂടെ ഈ പ്രാന്ത് വേല കാണിച്ചു വെച്ചിട്ട് ഇനി എന്റെ ഫോണിൽ വിളിക്കും. ഞാൻ കട്ട് ചെയ്യണേ, ബ്ലോക്ക് ചെയ്യുവാണേ. മോനെ വാടാ. ചേച്ചി ഞാൻ പോട്ടെ ചേച്ചി. മക്കളെ, അമ്മ വന്നേ.
അല്ല ചേച്ചി എനിക്ക് പോട്ട് വേറെ കാര്യമുണ്ട് ചേച്ചി. കുഞ്ഞിനെ കണ്ടേച്ച് പോ. അല്ല ചേച്ചി ഞാൻ പോട്ട്. വാ ഇങ്ങോട്ട്. എന്തുവാ ദാണ്ടെ. ഞാൻ പോട്ട് മക്കളുടെ അനിയൻ കുട്ടൻ. ഒരു ഉമ്മ എടുത്തേ. മക്കളുടെ അനിയൻ കുട്ടൻ. ഉമ്മ എടുത്തേ. എന്റെയോ ചേച്ചി കോച്ച് എനിക്ക് പോണം. പോകാൻ പറ്റത്തില്ല. അനിയൻ കുട്ടൻ ഒരു ഉമ്മോട്. ചേച്ചി ഞാൻ സത്യം പറയട്ടെ, ക്ഷമിക്കണം, പറ്റിപ്പോയി, പോട്ടാ. മനസ്സിലായില്ല. ക്ഷമിക്കണം, തെറ്റുപറ്റി. പോകണ്ട. കേറാ തൊട്ടിക്കല്ലേ. ശരിയാവത്തില്ല. കേറാ തൊട്ടിക്കല്ലേ. ബാബു. അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ? മക്കളുടെ കൂടെ കുഞ്ഞിനെ ഇവിടെ കിടത്തുവോ? അയ്യോ വേണ്ട. വേണം. വേണ്ട. സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, രണ്ടുപേരുടെയും ഗംഭീരമായിരുന്നു. പകർച്ചേട്ടാ ഇഷ്ടപ്പെട്ടോ? ഗംഭീരായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ നല്ല രസമായിട്ട് രണ്ടുപേരും നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേച്ചി നന്നായിട്ട് ചെയ്തു. നല്ല എനർജി ആയിരുന്നു. അപ്പൊ ആദ്യം കണ്ടപ്പോ തോന്നി കുറച്ച് കൂടുതലാണല്ലോ അംഗവിക്ഷേപങ്ങൾ എന്നൊക്കെ, പക്ഷെ ആ ക്യാരക്ടറിന് അത് ആവശ്യമാണെന്ന് നമ്മൾ ക്ലൈമാക്സിലാണ് മനസ്സിലായത്. അത് വളരെ രസമായിട്ട് തന്നെ വന്നു. ഇദ്ദേഹത്തിന്റെ കൗണ്ടറും ടൈമിങ്ങും ഒക്കെ നല്ലായിരുന്നു. എൻജോയ് ചെയ്തു. ഒരുപാട് നല്ല 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 കൗണ്ടറുകളും ഉണ്ടായിരുന്നു കേട്ടോ. തെറ്റെന്ന് എന്താ പറഞ്ഞപ്പോ ഞാൻ ശരിയിട്ട് തരാന്ന് പറഞ്ഞില്ലേ, അത് നല്ല ക്ലാസ് സാധനങ്ങളായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു, എനർജി നന്നായിരുന്നു, സ്ക്രിപ്റ്റ് നന്നായിരുന്നു. ഫോൺ കോൾ ആണ് നിങ്ങളുടെ ഈ പെർഫോമൻസിന്റെ ഏറ്റവും മോശമായ ഒരു ബിറ്റ്. ഒരു ഹെലോ പറയാൻ ഒരാള് നിങ്ങളുടെ 35 സെക്കൻഡ് എടുത്തു. 35 സെക്കൻഡോ? ആ, ഇയാള് രതീഷ് ചെയ്യാന്ന് പറഞ്ഞു, അത് കേട്ടിട്ട് വന്ന് ഏറ്റെടുത്തതാ. എന്റെ ഒറ്റ ഫോൺ കോളിൽ കിട്ടില്ല, ഒന്നുമില്ല. ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ ഇല്ലയോ ഇപ്പൊ ഞങ്ങൾക്ക് ടെൻഷൻ. അല്ല, ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതാണ് അവരുടെ പോയിന്റ്സ്, അവരുടെ ബാറ്ററി അവിടെയാണ് കുറച്ച് ചാർജ് കുറഞ്ഞത്. ഞാൻ വാട്സ്ആപ്പ് മെസ്സേജ് തീർക്കാന്ന് പറഞ്ഞതാണ്. അല്ലല്ല, ഞാനൊരു കാര്യം പറയാം. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു, പക്ഷെ അതുമൂലം അവർക്കൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ, നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളാണ് മാത്രം. അപ്പം ഇപ്പൊ അഖിലിന്റെ റെമ്യൂണറേഷനിൽ നിന്ന് ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കാന്നുള്ളതാണ് നമ്മൾ കൈയടിച്ച് പാസ്സാക്കണം. അല്ല, പക്ഷെ പക്രു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേച്ചിന്റെ ക്യാരക്ടർ എനിക്കും തോന്നി, എന്ത് പറ്റി ചേച്ചിക്ക് സഡൻലി ഓവർ ദ ടോപ്പ് ഒരു മീറ്റർ പിടിച്ചത്. പിന്നെയാണ് ആ ഒരു എൻഡിങ്, ക്യാരക്ടറിന് നല്ല ഫിനിഷിങ് കൊടുത്തു. എന്തുകൊണ്ടാണ് ചേച്ചി ഈ ഓവർ ആക്ട്, ആ മീറ്റർ കുറച്ച് ഓവറായി പിടിച്ചത്? കറക്റ്റ്. സുരേഷ് ചേട്ടാ പിന്നെ ഒന്നും പറയണ്ട, നല്ല ക്യാരക്ടർ ആയിരുന്നു. നല്ലൊരു ആ ഒരു വീടിന്റെ ഒരു സെപ്പറേഷൻ കാണിച്ചത്, പച്ച വീടല്ല നീല വീടാണ്, ആ ഒരു ഇതും പറഞ്ഞു തന്നപ്പോ നമുക്കും തോന്നി എന്തിനാണ് നിങ്ങൾ അവിടെ വന്നത്. അപ്പൊ ആ നല്ല സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരുന്നു, നന്നായി പെർഫോമൻസ്. ചിരിച്ചേട്ടൻ ചിരിച്ചില്ലയോ, ആസ്വദിച്ചില്ലയോ? അല്ല, നല്ല കോൺഫിഡന്റ് ആയിരുന്നു. നമുക്ക് സ്കിറ്റ് കളിക്കണമെന്ന് ചിന്ത ഉണർത്തുന്ന ചില സ്കിറ്റുകളുണ്ട്. കാരണം അത്ര നല്ല കൗണ്ടറുകളായിരുന്നു തുടക്കത്തിൽ. ശരിക്കും റിഹേഴ്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അല്ലേ? അതിന്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കോൺഫിഡന്റ് ആയിട്ട് ചെയ്തു ടിൽ ദ എൻഡ് വരെ. എനിക്ക് മറ്റേ ഫോൺ കോളിന്റെ ഇടയിൽ വന്ന സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഭാഗം 100% നിങ്ങൾ സിൻസിയർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തമാശകളെല്ലാം ടൈമിങ്ങിൽ ചെയ്തു എന്നുള്ളതാണ്. ഒരു 916 സ്കിറ്റ് ആയിരുന്നു. അതെ 916 ടീം ഹാപ്പിയാണ്. രാധിക സുരേഷ് എന്നുള്ള പേര് നിങ്ങൾ നിലനിർത്തി എന്നുള്ളതാണ്. രാധിക സുരേഷിന്റെ കാര്യത്തെ പറ്റി സാധികയ്ക്ക് എന്താ പറയാനുള്ളത്? അല്ല, അതന്നെ ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. ഈ ഫാക്ടറി ഇവിടം വരെ എത്തിച്ച എനിക്ക് തോന്നുന്നു സാധികയാന്ന് തോന്നുന്നു. അത് മാത്രല്ല, ഈ ട്രിവാൻഡ്രത്തിനെ പറ്റി അങ്ങനെ കൊല്ലൊന്നും അത് എടുക്കണ്ട, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോ സാധികേണ്ട ഒരു എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആക്ച്വലി. കാരണം പൊതുവെ സ്ഥിരമായിട്ട് കേൾക്കുന്നത് കൊല്ലവർഷമാണല്ലോ, അതൊന്ന് മാറ്റി ട്രിവാൻഡ്രം ആക്കിയപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് എന്റെ പേര് ശരിക്കും രാധിക എന്നാണ്. അപ്പൊ ചേച്ചി ഇവിടെ വന്ന് അലീന രാധിക എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പേര് മാറ്റിയിട്ടില്ല, ഞാൻ അന്നും ഒരേ പേര് തന്നെ. എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് എന്റെ പേരാണല്ലോ എന്നുള്ളതാണ്, ഞാൻ സാധിക മൂവിക്ക് വേണ്ടി മാറ്റിയതാ. അപ്പൊ എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു ചേച്ചി. എസ്പെഷ്യലി സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അഭിനയിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം, ടേക്ക് കട്ട് ചെയ്യാം ഒക്കെ. ഇത് പക്ഷെ ത്രൂ ഔട്ട് ഇത്ര സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അത് മനസ്സിൽ വെച്ച് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. രണ്ടുപേരും നന്നായിട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇവര് നമ്മളെ ചിരിപ്പിച്ച് എത്രത്തോളം ബാറ്ററി ചാർജ് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? നോക്കാം ചേച്ചി. ശരി.
₹41,000 ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് എത്രയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? 40. അവിടുന്ന് 1,000 കൂടി. അത് മാത്രല്ല ഞാൻ ഇപ്പോഴും പറയുന്നത് ബാക്കി നിങ്ങളുടെ 9,000 എടുത്തത് ആ ഒരു ഫോൺ കോൾ ആണ്. അല്ലല്ല, തെറ്റാണ്. ഇല്ലല്ല, 40 മേടിച്ചോണ്ടിരുന്നവർക്ക് ഒറ്റ ഫോൺ കോളിൽ 41,000. എന്റെ ഒരു ഫോൺ കോളിൽ 1000 രൂപയാണ്. പോട്ടെ, 1000 രൂപയുടെ ഒരു ഇതല്ലേ, കൊടുത്തേക്കാം. ഓൾറൈറ്റ് ശ്വേത ചേച്ചി, ഞങ്ങളുടെ ബാങ്ക് ഓഫ് ബോംബെ ആട്ടോ ശ്വേത ചേച്ചിയാണ് ഈ പേയ്മെന്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, 41,000 GST വരുമെന്ന് പേടിച്ചിട്ടാ. അതെ. ഇതാ ഹാപ്പി ആയില്ലേ? ഹാപ്പി. നമുക്ക് വീണ്ടും കാണാം. അടുത്ത തവണ വരുമ്പോ 50,000 നേടണം. ശരി, 2 എലീനയിക്കുന്നതാ ബാക്കിലൊരു എലീന. അഖിൽ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതാണ് നേരെ എവിടെ പോവാൻ പോണെന്ന് ഇപ്പൊ ഒന്നും വേണ്ട. ഇത് ഈ പറഞ്ഞതിനുള്ളത് എനിക്ക് ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ടെന്ന് ഞാൻ തെളിയിക്കാൻ പറ്റും. ചേട്ടാ, എനിക്കറിയാം 3 കമന്റ്. അല്ല, പശുവിനെ ഒന്നും കളിയാക്കാൻ പാടില്ല ഇപ്പൊ. പശുവല്ലേ, പോത്ത്. പോത്താണെങ്കിൽ കളിയാക്കാൻ പാടില്ല അവരെ. കളിയാക്കില്ല, ഞാൻ ഇവിടെ കളിയാക്കിയത്. അതല്ല, എന്ത് പാടില്ല, എന്ത് സംഭവം എന്നുള്ളതിനെ കുറിച്ച് അവനിപ്പോ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് പറഞ്ഞാണ് അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറയാൻ വന്ന സംഭവം എന്താന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എപ്പിസോഡ് കണ്ട പ്രേക്ഷകർക്കും അറിയാം. പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒരു ടീം ഇവിടെ പെർഫോം ചെയ്യാൻ വന്നു. 2 അച്ഛന്മാരും ഒരു അമ്മയും കൂടിയാണ് വന്നത്. അതായത് പത്തനംതിട്ട ആറന്മുളയിലുള്ള കരുണാലയത്തിലെ ടീമായിരുന്നു വന്നത്. അവർ ഓൾറെഡി അവരുടെ ഡാൻസ് ആയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ നേരത്ത് അതിലെ മാമന്മാര് പറഞ്ഞു അവർക്ക് ഇവിടെ വന്ന് സ്കിറ്റ് ചെയ്താൽ കൊള്ളാമെന്ന്. നമ്മൾ ഇനി റെഡിയാണ്, നിങ്ങൾ വന്നോ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ കോമ്പറ്റീഷൻ സ്കിറ്റിൽ കാണാൻ പോകുന്ന അവരുടെ പെർഫോമൻസ് ആണ്. നമുക്ക് അവരെ വിളിക്കട്ടെ? പിന്നെ അതിന് മുമ്പ് ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ചാൽ ഓളത്തിന് വന്നാലോ? ഓക്കെ ചേട്ടന്മാരെ വായോ. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. അമ്മ എവിടെ? അന്ന് വന്ന ചേച്ചി എവിടെ? ചേച്ചി ഇന്ന് അമ്മ വന്നിട്ടില്ല. എന്ത് പറ്റി? ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളൂ ഇന്ന്. ആണോ? ശരി, അന്വേഷണം പറയണം. തീർച്ചയായിട്ടും പറയാം. ഇവര് വന്ന് സ്കിറ്റ് ഒക്കെ ചെയ്ത് പോയതിന് ശേഷം നോക്കാമല്ലോ അല്ലെ? അതിനുശേഷം വേറെ ആൾക്കാരെ എൻട്രി എന്നുള്ള സ്കിറ്റ് ഒക്കെ പഠിച്ചു വന്നിട്ട് മനസ്സിൽ കയറ്റി വെച്ചു. അവിടെ ഉണ്ടല്ലോ അല്ലേ, സേഫ് ആയിട്ടുണ്ടല്ലോ. അപ്പം ശശി മാമനും രവീന്ദ്ര മാമനുമാണ് ഇന്ന് പെർഫോം ചെയ്യാൻ എത്തുന്നത്. അതെ, അവിടെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ 916 കുഞ്ഞൂട്ടൻ മൂവി ടീമിലെ എല്ലാരും അറിയാം. ടിനി ചേട്ടനുണ്ട്, ശശി രവി എന്ന് പറഞ്ഞ പോലെ തന്നെ. ഒന്ന് തൊടാവോ? കെട്ടിപ്പിടിക്കാം. പക്രുചേട്ടനെ തൊടണോ? പിന്നെ എന്നായാലും പായോ പക്രുചേട്ടനെ തൊടാൻ പോവാ. എന്നെ തൊട്ടോ, ഷോക്ക് അടിക്കൊന്നുമില്ല. ഇവനെ മാത്രം തൊട്ടിട്ട് പോണേ. കഴിഞ്ഞോട്ടെ, എല്ലാവരും ഇവിടെ 2 പേര് കൊതിച്ചിരിക്കുന്നു. ഒന്ന് തൊടാൻ സമ്മതിച്ചില്ല, കിട്ടൂല, അങ്ങനെ കിട്ടൂല. പ്രിയ സുഹൃത്തുക്കളെ, പരിപാടി കഴിഞ്ഞ തൊട്ടോളാന്ന്. പ്രിയ സുഹൃത്തുക്കളെ, ആരും ഇതിന് അടി ഉണ്ടാക്കരുത്. ശശിയണ്ണൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്കിറ്റ് കഴിഞ്ഞ് എല്ലാരും വന്ന് തൊടാന്ന്. നെറ്റിങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ തിരിച്ചുപോയി. ബാറ്ററി ഓൺ ആക്കട്ടെ. ബാറ്ററി അവിടെ 2 ബാറ്ററി ഉണ്ട്. ഞങ്ങളുടെ ബാറ്ററി ഓൺ ആയിക്കോട്ടെ. ഞങ്ങളുടെ ബാറ്ററി ഓൺ ആവട്ടെ. ബാറ്ററി ഓൺ ആയിരിക്കാണ്. ഇനി ഒന്നുമില്ല, അങ്ങ് പൊളിക്കാം, അടിച്ചു പൊളിക്കാം. അങ്ങ് തുടങ്ങിക്കോ. ഒന്ന് കൈ വെച്ച ഇങ്ങോട്ട്. ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. കൊള്ളാം. പുല്ലൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് കേറി വാ. കഞ്ഞിയോ കാടിയോ പിണ്ണാക്കോ എന്തും ആവട്ടെ, എല്ലാം എന്റെ ചെലവ്. നീ ഒന്ന് കേറി വാ.
ഒന്ന് നോക്കിയേ, എന്ത് സുഖജീവിതം അല്ലേ. വെള്ളത്തിൽ കിടക്കുക, തിന്നുക, അപ്പിയിടുക, തിന്നുക, അപ്പിയിടുക. എന്നാലും ഇതുപോലെ തീറ്റപ്പണ്ടാരത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ദാ, ഇന്നലെ എന്റെ ഭാര്യയുടെ സാരി എടുത്ത് നീ ഇരുന്നായിരുന്നോ? അതും പറഞ്ഞ അവള് പിണങ്ങിപ്പോയി. പിന്നെ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായോണ്ട് ഞാൻ നിന്നെ തല്ലിയില്ല. നീ വിഷമിക്ക്, എന്നെ കൊണ്ട് ഞാൻ ബോധനെ വിപ്പിച്ചോളാം. നീ ഫോൺ വെച്ചേ. എന്തിനാ ശശി ഒരു വല്ലായ്മ? വല്ലാത്ത ചുമ, തീരെ വയ്യ. ബീഡി ഉണ്ടോ എന്ന് വരാൻ? ബീഡി എന്റെ പട്ടി വലിക്കും. അതാണ് നിന്റെ പട്ടിയുടെ കാവള് കുഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവന്നെ കാര്യം. ഒന്ന് രണ്ട് കാര്യമുണ്ട്. മാറി നിൽക്കണം. ആളുകൾ പോകുന്ന വഴിക്കാണ് ഒന്ന് രണ്ട് സാധിക്കുന്നേ. മണ്ടുകുണാശ, ഞാനേ നിന്റെ ഭാര്യയില്ലേ, എന്റെ സഹോദരി, അവിടെ കാര്യം തീരുമാനിക്കാനാ. ദൈവമേ, ഡേറ്റ് കഴിഞ്ഞ ബിസ്ക്കറ്റ് കഴിക്കാനും ആളുണ്ടോ? പോത്തിനെ ഇഷ്ടമല്ല. ശരിയാ, അവൾക്ക് പോത്തിനെ ഇഷ്ടമല്ല. അതാ അവളവിടെ നിന്നിട്ട് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ. എന്റെ അച്ഛൻ ഇല്ലാത്ത ഭാഗ്യം. ശ്വേതമോളെ കേട്ടോ പറഞ്ഞത്? അച്ഛനില്ലാത്തത് ഭാഗ്യം. തന്തയില്ലായ്മ ഭാഗ്യമായിട്ട് കൊണ്ടു നടക്കുന്നതിനെ ഞാൻ ആദ്യമായിട്ടാണ്. പോത്ത് കുറി വെച്ചിരിക്കുന്ന നീ കണ്ടോ? കണ്ടോ നീ? എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ വെച്ചേക്കത്തില്ല. വെച്ചേക്കത്തില്ലായിരുന്നു, മൊത്തം അയാൾ തിന്നുമായിരുന്നു. എടാ, ഒരു പോത്തിനെ വളർത്തുന്നതിന്റെ സുഖം നിനക്കറിയാൻ പാടില്ല. ഇവന്റെ മുന്നിൽ ദിവസവും ഞാൻ പാട്ടുപാടി കൊടുക്കും, കഥകൾ പറഞ്ഞു കൊടുക്കും. മറുത്തൊരക്ഷരം പറയാതെ അവൻ എല്ലാം കേട്ടോണ്ടിരിക്കും. എടാ, വെറുതെ ആണോ അതിന് പോത്ത് എന്ന് പേരിട്ട്? എന്റെ മുഖത്ത് മൂക്കേറിട്ട് അതിനെ മിണ്ടാപ്രാണിയെ ദേവോദ്രം ചെയ്യുമല്ലേ? ഒരു കാര്യം ചെയ്യാം, നാളെ പോലെ പോത്തിനെ മുഖത്ത് ഞാൻ നിക്കർ വാങ്ങിയിട്ട് കൊടുക്കാം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങോട്ട് നോക്കേ. അയ്യോ, ഇപ്പഴാ ഞാൻ ഓർത്ത പോത്തിന് വയറിളക്കാൻ മരുന്ന് കൊടുത്തില്ല. പോത്തിന് വയറ അതെന്തിനാ? സമയം പോകാൻ. സമയം പോകണം. ഞാൻ ചുമ്മാ ഇരിക്കും, വയറിളക്കി മാറ്റും. മാറ്റിട്ട് അവിടെ തല ഫിറ്റ് ചെയ്യും. പോടാ, ദേഷ്യം പിടിപ്പിക്കാതെ. നിനക്ക് ഈ പോത്ത് ബിസിനസ് പറ്റത്തില്ല, പറ്റത്തില്ല, പറ്റത്തില്ല. അങ്ങോട്ടൊന്ന് മാറിയേ. എന്നെ കൊണ്ട് ഈ പോത്ത് ബിസിനസ് പറ്റും, പറ്റും. അതിനെന്നാ തെളിവ? എടാ, 36 കൊല്ലം നിന്റെ പെങ്ങളെ നോക്കാമെങ്കിൽ കുട്ടിയാക്കിനെ പോലുള്ള ഈ പോത്തിനെ നോക്കാൻ പുളിയൻ. പോടാ, പോടാ. ഇത് ഇല്ലല്ല, നമ്മളുടെ ഈ വേദിയിൽ വന്ന ഏറ്റവും ചെറുപ്പക്കാര് കണ്ടസ്റ്റന്റ് ആണ്. ഇത് വലിയൊരു കയ്യടി. ആദ്യമായിട്ടാണ് അഭിനയിക്കണത്. അതെ, ആദ്യമായിട്ടാണ് ഒരു വേദി, അത് നേരെ ഡയറക്ട്ലി കോമ്പറ്റീഷനിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര. അതിന് വലിയൊരു കയ്യടി. ശശേന, നിങ്ങൾ രണ്ടുപേരും, രവിയണ്ണനാണെങ്കിലും കിഡിലുമായിട്ടാ ചെയ്തത്. ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സംഭവം മനസ്സിലായില്ല, ആ ലാസ്റ്റ് പറഞ്ഞ നിങ്ങളുടെ ആ കൗണ്ടർ ഉണ്ടല്ലോ, അതാണ് ഭയങ്കര ഇഷ്ടമായി. അതായിരുന്നു ഏറ്റവും കിടിലോ. പക്രു ചേട്ടാ, ടിനി ചേട്ടാ, നമ്മളുടെ രവി ചേട്ടനില്ലേ, കല്യാണം കഴിച്ചിട്ടില്ല, ബാച്ചിലറാണ് ഇന്നും. അതാണ് ഇപ്പോഴും വളരെ സന്തോഷം. ഉച്ചക്ക് ഈ പ്രായത്തിലും കളിക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ ഗ്രാമത്തിൽ നിന്നൊന്ന് ഇറങ്ങി കോമഡി മാസ്റ്റേഴ്സിലേക്ക് പോയാലോ എന്നാ? ശരി, ജീം ബൂം ബാ എന്ന് പറയണം. എങ്ങനെ പറയും? ജീം ബൂം ബാ. അത് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറും കേട്ടോ. പറയണേ, 1 2 3 ഗോ. ജീം ബൂം ബാ. നോക്കി, ഗ്രാമത്തിൽ നിന്ന് പോയി നമ്മൾ കോമഡി മാസ്റ്റേഴ്സിൽ വന്നു. പോത്തും പോത്തിനെ വേണമായിരുന്നോ? പോത്ത് അയ്യോ, എന്റെ അമ്മാവാ, ഞാൻ എലീനയായിരുന്നു. പണ്ട് മുതിർന്നവർ ചൊല്ലിയൊല്ലും, കന്നിന്റെ കൂട്ടത്തിലേ ചേരും. പോത്ത് പോയപ്പോഴും പോത്തിന്റെ പുറകെ നടക്കും. എന്തായാലും നിങ്ങളുടെ ഈ പോത്തിന്റെ കച്ചവടവും ഈ ബിസിനസ്സും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടോന്ന് അറിയണ്ടേ? നമുക്ക് ശ്വേതമോളോട് ചോദിക്കണ്ടേ? ശ്വേതമോളെ, ഒരുപാട് സന്തോഷം നിങ്ങൾ വീണ്ടും ഇവിടെ വന്ന്. അത് ഡയറക്ട്ലി കോമ്പറ്റീഷൻ ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർബായിട്ട് രണ്ടുപേരും ഡയലോഗ് ഓർത്ത് കറക്റ്റ് സമയത്ത് കൗണ്ടർ പറയാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാവർക്കും ഒന്നും പറ്റൂല. നമ്മൾ എല്ലാവരും എത്രയോ സ്റ്റേജസ് ചെയ്താലും നമ്മളെല്ലാവരും തെറ്റ് ചെയ്യണത്. പക്ഷെ നിങ്ങളെല്ലാം കൗണ്ടേഴ്സ് അതിൻ്റെതായ സമയത്ത് നിങ്ങൾ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് നോക്കാം ചാർജ് എത്രയാ കേറിയെന്ന്. ഓക്കെ ഓക്കെ, അതിനു മുമ്പ് നമുക്ക് അവരോടും കൂടെ ചോദിക്കാം, നമ്മുടെ 916 കുഞ്ഞുട്ടൻ ടീമിനോടും കൂടി. ടിനി ചേട്ടാ, രവിമോനെ, ശശിമോനെ, ശ്വേതാമേനോനെ, നിങ്ങള് ുള്ള വർത്താനമാണ്. അതെ, ഒന്ന് പറഞ്ഞു കൊടുക്കൂ, ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അല്ല, നിങ്ങള് അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടാ. അതിന് ആദ്യം ആ ഗ്രൂമേഴ്സ് ആരാന്ന് അറിഞ്ഞാൽ, കാരണം ഇത്രയും കഴിവ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അവരെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. ഒന്ന് ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഗ്രൂമേഴ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇവരെ വേദിയിൽ എത്തിച്ച് ഒരു കൈ കൊടുത്താലാണല്ലോ ഇവർക്കൊക്കെ ഒരു അവസരം കിട്ടുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ അംഗമാവണമെന്ന് തന്നെ എനിക്ക് പറയുന്നത്. സ്ഥിരം, കാരണം ഇനി ആൾക്കാര് അയ്യോ അല്ല ആൾക്കാർ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇത്രയും പെട്ടെന്ന് കിടക്കാൻ ഇവന് പോലും പറ്റൂല. അത്ര ടൈമിങ്ങാ, ഭയങ്കര ഫാസ്റ്റാ. അല്ല, ഇവര് ടൈമിങ്, ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ ടൈമിങ് അസാധ്യമാണ് വരുന്നത്. അതുപോലെ തന്നെ അല്ലേ ആൾക്കാർ വെയിറ്റ് ചെയ്യും. കാരണം കൊതിപ്പിച്ചിട്ട് അവർ നിർത്തുന്നത്. അതൊന്നും വീട്ടാണ്ട് വളരെ ക്രിസ്പായിട്ട് ചെയ്തിട്ട് നമുക്ക് ഇനിയും കാണാൻ തോന്നണം എന്തെങ്കിലുമൊക്കെ. നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞാൽ അതിനെ ചിരിക്കാനുള്ള സംഭവം ഉണ്ടാവും. ഹാപ്പി ആയില്ലേ? ഹാപ്പിയോ? മൊത്തം ഹാപ്പിയാ. പോകത്തില്ല. ഒരു കാര്യം ചെയ്യാവേ, നമുക്ക് ഈ ബാറ്ററിയുടെ എത്ര കേറി എന്നുള്ള കാര്യത്തിന് മുമ്പേ ഈ സന്തോഷത്തിന് നമുക്കൊരു ഡാൻസ് ഒക്കെ കളിച്ച് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഒക്കെ. 2 വരി പാട്ട് പാടാം. ആരാ പാടുന്നേ? എന്റെ കൂട്ടിൽ താളം അടിച്ചോണം, അല്ലേ? ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിലേക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണു നീ നമ്മക്ക്. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിലേക്ക് എല്ലാരും പാടും. ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണു നീ നമ്മക്ക്. മുത്താര പറ. മുത്താര ഞാൻ മുത്തിനെ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് പോയാ മതി. മൊത്തത്തിൽ ഒരു കാര്യം ചെയ്യാം, ഈ പറഞ്ഞ 2 മുത്തുകൾക്ക് ഞാൻ ഇവിടുന്ന് 2 മുത്തുമണികളെ തരട്ടെയോ ഡാൻസ് കളിക്കാൻ? ഞാനല്ല, വേറെയാ. എന്നാ ഓക്കെ. അന്ന് 916 കുഞ്ഞൂട്ടലില് 916 പോലെ 2 മുത്തുമണികളുണ്ട്. ദേ നോക്കിയേ, സാധികയും നീയും നല്ല പിള്ളേരാ. ഒന്നിനും ബാ, ഞങ്ങളെ ഇഷ്ടായില്ല. പിന്നെ അങ്ങനെയൊന്നും. അയ്യോ, കണ്ടുപിടിച്ചില്ല നീ. പായോ ഇങ്ങോട്ട്. മക്കളെ പറ്റിപ്പോയതല്ല, ഈ കുഞ്ഞെന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കി ഇത് എവിടുന്ന് എടുത്തോണ്ട് വരുന്നു. അങ്ങനെ പറ്റിപ്പോയി. കയറിയെന്നോ ഇങ്ങോട്ട് ഡാൻസ് കളിച്ചോ? പിന്നെ അല്ല, ഡാൻസ് കേട്ടോ. കോരന് കുമ്പിളി തന്നെ കഞ്ഞി. നായകനായിട്ടുള്ള എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം. മ്യൂസിക് വരട്ടെ, മ്യൂസിക്. ഹാപ്പി ആയില്ലേ? ഹാപ്പി, സന്തോഷായില്ലേ? എല്ലാം മുത്തുകളാകട്ടോ. പിന്നെ എണ്ണത്തിനെ എനിക്ക് അല്ല എലീന, ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ മത്സരാർത്ഥികളില് ഇപ്പൊ കുറെ പേരൊക്കെ ഫാൻസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഫാൻസിനെ കംപ്ലീറ്റ് അവരൊന്നും മാത്രമല്ല, വേറെ പുതിയ കുറെ ഫാൻസിനെയും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള പോളി മച്ചാൻസ്മാരാണ് ഇവർ രണ്ടുപേരും. അത്ര രസമായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന
2 പേരായി മാറും നിങ്ങൾ. ഈ ടീമിന് ഞാനൊരു പേര് അറിയാം, പോളി മച്ചാൻസ്. പോളി മച്ചാൻസ്. അപ്പൊ ഇനി മുതൽ നിങ്ങളെ അറിയപ്പെടുന്നത് പോളി മച്ചാൻസ് എന്നായിരിക്കും നിങ്ങളെ അറിയപ്പെടുന്നത്. പൊളി ശശി, പൊളി രവി. വിളിക്കാന്ന് പറഞ്ഞ പൊളി ശശി, പൊളി രവി. പേരിന്റെ പഞ്ച് കളഞ്ഞല്ലോടി. ഇവര് ഭയങ്കര സ്കിബിഡീസ് ആട്ടോ, ഭയങ്കര സ്കിബിഡീസ്. ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവരുടെ പൂക്കിയാ നീ. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങും. ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ആ പൂക്കി ഫോട്ടോ ഒന്ന് എടുക്കാൻ തരും. ഒന്ന് ചിരിച്ചേ, നേരെ ചിരിച്ചേ. 2 സ്കിബിഡീസ്, ഒരു പൂക്കി. ഓക്കെ, അല്ല പിന്നെ എന്റെ നായിക നീ ഒന്ന് മാറണ. താങ്ക് യു സോ മച്ച് സാധിക. താങ്ക് യു സോ മച്ച്. ശരി, അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ പെർഫോം ചെയ്ത ഇവർക്ക് എത്രത്തോളമാണ് റീചാർജ് ആക്കാൻ പറ്റിയെന്നുള്ളത് നോക്കാം. ഇവിടെ വെരി ഫസ്റ്റ് സ്റ്റേജ് ആണ്, കന്നി പെർഫോമൻസ് ആണ് ഇത്. അപ്പം ഇത് ഇവര് ആസ്വദിച്ചാണ് ചെയ്തത്. നമുക്ക് നോക്കാം എത്രയാണ് ഇവർക്ക് ലഭിച്ചതെന്നുള്ളത്. നമുക്ക് അവിടെ ഒരു ബാറ്ററിയിലാണ് പൈസ കാണുന്നത് കേട്ടോ. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, ഒരു ബാറ്ററി എത്രത്തോളം ചിരിച്ച് ചാർജ് ചെയ്തു എന്നുള്ളത് എവിടെ നോക്കിയാൽ മതി. ഇച്ചിരി തിരിഞ്ഞാ മതി. പൈസ വരുന്നേ. 15,000 രൂപ, 15,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പെർഫോമൻസിന് ലഭിച്ചത്. ആദ്യമായിട്ട് ചെയ്യുന്ന പെർഫോമൻസിന് ഇത്രയും പൈസ നേടാന്ന് പറയുന്നത് വളരെയധികം വലിയ കാര്യമാണ്. ഞാനല്ല ഇടുന്നേ, ശ്വേത ചേച്ചിയാ അതിട്ട് തരുന്നേ. അത് മാത്രല്ല എലീന, ഇവരെ 2 പേരെയും നമ്മുടെ 916 കുഞ്ഞൂട്ടന്റെ സിനിമയുടെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ക്ഷണിച്ചിരിക്കുക. ഞങ്ങളുടെ സിനിമയ്ക്ക് കേട്ടോ, അടിപൊളി സിനിമയ്ക്ക്. നിങ്ങൾ 3 പേരും നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെയും കൊണ്ട് വേണം പോവാൻ വേണ്ടി കേട്ടോ, മറ്റേ അമ്മേനെ കൊണ്ട്. ഞങ്ങള് ജൂഹി ചൗളയും കൊണ്ട് ഞങ്ങള് വരാം. അപ്പൊ ചേച്ചി ആ പൈസ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവോ? അമൃത TV നിങ്ങൾക്ക് 15,000 നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ദൗത്യം എനിക്ക് തന്നിട്ടുണ്ട്. അക്കൗണ്ടിലെത്തി. നന്ദിയുണ്ടേ അല്ലേ? അപ്പൊ സെറ്റായി, ഇനി അടിച്ചു പൊളിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത സ്കിറ്റ് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ഗംഭീര ഒരു എപ്പിസോഡായിരുന്നു നമ്മുടേത്. ഓൾസോ നമ്മുടെ ഈ ഗസ്റ്റുകളെ പറ്റി പറയണം. ഇവരെന്ന് പറയുന്നത് അഷ്ടദളം പെർഫോമിംഗ് ആർട്ട് ടീമാണ്. വളരെ മനോഹരമായിട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന കിടിലങ്ങളാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എൻജോയ് ചെയ്തോ ഞങ്ങളോടൊപ്പം ഉള്ള ഒരു ജേർണി? ശരിക്കും എൻജോയ് ചെയ്തു, പ്രത്യേകിച്ച് സ്കിറ്റുകള്. പിന്നെ അതുപോലെ ആ മാമന്മാരുടെ സ്കിറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ ഇത്രയും പ്രായമായിട്ടുള്ള ആൾക്കാർ ലൈവില് വന്നിട്ട് പെർഫോം ചെയ്യാന്ന് വെച്ചാ നമ്മളൊക്കെ എന്താ അവരുടെയൊക്കെ മുന്നിൽ ഇത്രയുള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ നമുക്ക് ഇപ്പം വി ഡോണ്ട് നോ ഈച്ച് അതർ, പക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ ഷോ വരുന്നത്, കാണുന്നത്. അത് ലൈവായിട്ട് കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ നേരിട്ട് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ടിനി ചേട്ടൻ, പക്രു ചേട്ടൻ, ഇവരൊക്കെ ഫാനാണ്. അയ്യോ, ഇവരൊക്കെ ഏത് ഫാനാണ്? ഫാനാണ്. ഇനി അടുത്ത സിനിമ ഉണ്ട്. ഇപ്പൊ പറഞ്ഞത് തിരിച്ചെടുക്കണം. ഇത്രേ ഉള്ളൂ എന്നുള്ളത് മാത്രം ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കും. നമ്മൾ പറയുന്നതിന് മുമ്പ് ഈ ഒരു ടീമുകാരെ ഇപ്പോഴേ പിടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു കോളേജ് പിള്ളേർ ഫുൾ നിറയെ പിള്ളേര്, കോളേജിലുള്ള എല്ലാ പിള്ളേരും വന്ന് നിങ്ങളുടെ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഏത് കോളേജാ? സെന്റ് തെരേസാസ്. നാളെ മുതൽ ഞങ്ങൾ അവിടെ അതിന്റെ ഗേറ്റിന് പഠിക്കലുണ്ട്. നീ എവിടെയാണ് ആക്ച്വലി കോളേജിങ് ചെയ്തത്? ഇവിടെ കൊച്ചിയാണോ? കൊച്ചി ബേസ് ആണോ? അല്ല, ഞാൻ ബാംഗ്ലൂരാണ്. ശരി. അപ്പൊ ശരി, ബാംഗ്ലൂരുള്ള ടീംസിനുള്ളൂ. പക്ഷെ എന്തായാലും നമ്മുടെ സിനിമയെ പറ്റി ഇവരോട് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ എന്തായാലും ഇവർ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. ദേ വുഡ് കം ജോയിൻ യു ഫോർ ദ മൂവി. സോ യാ, അപ്പൊ തീർച്ചയായിട്ടും 916 കുഞ്ഞുട്ടൻ റിലീസ് ആവുമ്പോൾ തിയേറ്ററിൽ പോയി കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയണം. നല്ലൊരു ഫാമിലി എന്റർടൈനർ മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊച്ചുകുട്ടികൾക്കും പേരൻസിനും എല്ലാവർക്കും ഒന്നിച്ചു പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പൊ എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓൾ ദി വെരി ബെസ്റ്റ് പക്രു ചേട്ടാ, കിരി ചേട്ടാ, ഫോർ ദ ഹോൾ ടീം എല്ലാവരോടും. അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ വക ഒരു പെർഫോമൻസ് കൂടെ കണ്ടാലോ? ഒരു ഇടിവെട്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ അവിടെ നിന്ന് എണീറ്റ് വന്ന് ഇവിടെ ഒന്ന് തുള്ളണം. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരിക്കണം. പറ്റില്ലേ? ഓൾ റൈറ്റ്, ട്രൈ ടു കം. കം ഓൺ.
കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര് കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ വെൽമുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ വെൽമുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര് കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ വേൽമുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ വേൽമുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ. വടിവേലിൽ കോട്ടാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു ഈ സൂര്യപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു പടിയാറും കേറിച്ചെന്നാൽ അമ്പലമുണ്ടേ തേരും തിരയുമുണ്ടേ മുടിവട്ടം മുടിയിൽ കാത്തുന്നു തോർക്കെല്ലാം തെയ്യത്തിന്റെ ഹരിയുണ്ടേ വെട്രിവേൽ മുരുകാ മുരുകാ വെൽമുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ വെൽമുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം തീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം തിരുമുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തൈലടി മേളം താങ്ക് യു ഗേൾസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് വൺസ് അഗൈൻ നമ്മുടെ 916 കുഞ്ഞൂട്ടിന് ഓൾ ദ വെരി ബെസ്റ്റ്. ഇതുപോലെ തന്നെ ഹിറ്റ് ആകട്ടെ, അടിപൊളിയാവട്ടെ. പക്ഷേ ചേട്ടാ ഞങ്ങളും വരും ഫസ്റ്റ് ഷോ കാണാൻ കേട്ടോ. തീർച്ചയായിട്ടും. അത് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാരും നോക്കി വിളിച്ചോ ഇപ്പോഴേ. അതെ, എല്ലാവരും വരണം. ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ വിജയിപ്പിക്കണം. കുടുംബസമേതം എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. വിത്ത് ദിസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റർ.